അമ്പലത്തിൽ എനിക്കിവിടെ നിന്ന് പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മുടെ സൗകര്യങ്ങൾ നോക്കി എല്ലാവരും അങ്ങനെയാണ്, ഞാനും അങ്ങനെയാണ്, പോകേണ്ടി വന്നു. ഓക്കെ, അല്ലാതെ അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പോകുന്നത് കൊണ്ടുള്ളൊരു ഗുണവും ഉണ്ട്. പോകുന്നത് കൊണ്ടല്ല, ഞാൻ പോയാലും ഇല്ലെങ്കിലും നമ്മുടെ മോഹസൻ ടീച്ചർക്ക് ഈ വർഷം ഈ മാസം തന്നെ HM ആയിട്ട് ജോലി കിട്ടുമായിരുന്നു. പലപ്പോഴും HM ആയിട്ട് ജോലി കിട്ടണ മറ്റേതെങ്കിലും സ്കൂളുകളിലായിരിക്കും. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഭാഗ്യം എന്ന് പറയാം, നമ്മുടെ ടീച്ചർക്ക് നമ്മുടെ സ്കൂളിൽ തന്നെ HM ആയിട്ട് ജോലി കിട്ടാൻ അവസരമുണ്ടായി. അതിൽ ഞാൻ പോകുന്നത് കൊണ്ടല്ല കേട്ടോ. ടീച്ചർക്ക് HM ആയിട്ട് കിട്ടുന്നത് ഓൾറെഡി കിട്ടാവുന്ന ജോലിയാണ്. HM ആയിട്ട് പ്രൊമോഷൻ കിട്ടുക ടീച്ചർ ഈ മാസം തന്നെ കിട്ടുമെന്നുള്ള കാര്യം കറക്റ്റാണ്. അത് നമുക്ക് ഇവിടെ തന്നെ കിട്ടിയത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. എല്ലാവരും പഠിക്കുക എന്ന് എപ്പോഴും ടീച്ചർമാർ പറയും. എല്ലാവരും ഒന്നാമനാകാൻ പഠിക്കുക, എല്ലാവരും ഒന്നാമനാകാൻ കളിക്കുക. കളിക്കാൻ വേണ്ടി കളിക്കരുത്. പിന്നെ എന്തിനു വേണ്ടി കളിക്കണം? പഠിക്കാൻ വേണ്ടി കളിക്കണം, അല്ലേ? സ്കൂള് എന്ന് പറയുന്നത് നമുക്ക് പഠിച്ച് ഉന്നതിയിലെത്താനുള്ള ആ ഒരു സ്ഥലമാണ്. 4ാം ക്ലാസ്സുകാർക്ക് പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ വർഷം 8 LSS ആണ് കിട്ടിയത്. ഈ വർഷം നമ്മുടെ അധ്യാപകർ നേരത്തെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള കോച്ചിങ് തുടങ്ങും. ഇപ്രാവശ്യം 16 എണ്ണം കിട്ടണം. ഈ സബ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ LSS കിട്ടിയ സ്കൂളായിട്ട് ഏത് സ്കൂള് മാറണം? നമ്മുടെ സ്കൂള് കേട്ടോ. അതിനുവേണ്ടി 4ാം ക്ലാസ്സുകാർ പരിശ്രമിക്കണം. പലപ്പോഴും വന്ന് ചോദിക്കുന്നത് കളിക്കാൻ പോട്ടെ കളിക്കാൻ പോട്ടെ കളിക്കാൻ പോട്ടെ എന്നുള്ളതാണ്. കളിക്കാൻ വേണ്ടി കളിക്കരുത്. പിന്നെ എന്തിനാ? പഠിക്കാൻ വേണ്ടി കളിക്കുക. ഓക്കെ, ബാക്കി ഞാൻ കഴിഞ്ഞ വർഷം നിങ്ങളുടെ അടുത്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അച്ചടക്കം വേണം, ഉഷാറാകണം, നല്ല ഡ്രസ്സ് ധരിക്കണം, വൃത്തിയുള്ളവരാകണം, പരിസരം വൃത്തിയുള്ളതാകണം, അസുഖങ്ങൾ ഉണ്ടാക്കരുത്, പിന്നെ അധ്യാപകരെ ബഹുമാനിക്കുക. 4 A ക്ലാസ്സുകാർ വിചാരിക്കും ഞങ്ങളുടെ ടീച്ചറല്ലേ HM എന്ന്, അല്ലേ? ആണോ? നിങ്ങളുടെ ടീച്ചറായിരുന്നു. പക്ഷെ ടീച്ചർക്ക് ഇപ്പോൾ ഒരു പുതിയ ചുമതലയുണ്ട്. ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക. ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക. ആ ഒരു ലെവലിൽ ടീച്ചറെ കാണുകയും കൃത്യമായിട്ട് അധ്യാപകരും PTA അംഗങ്ങളും PTA കമ്മിറ്റിയും എല്ലാവരും ടീച്ചറുടെ നിർദ്ദേശങ്ങൾക്ക് കാതോർത്ത് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് പുതിയൊരു HM വന്നു, നമുക്ക് പരിചയമില്ലാത്തൊരു HM ആണ്. അപ്പോൾ HMന് ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളും കാണും സ്കൂളിനെ കുറിച്ച്, കുട്ടികളെ കുറിച്ച്. അതൊക്കെ നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, നടപ്പിലാക്കാൻ അവസരം കൊടുക്കുക, നടപ്പിലാക്കാൻ സഹായം കൊടുക്കുക. കൂടെ നടക്കണം അധ്യാപകർ, HMമാരുടെ കൂടെ നടക്കണം. അവരുടെ കൂടെ നടക്കണം PTA അംഗങ്ങൾ, രക്ഷിതാക്കൾ. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കൂ. പുതിയ HMനെ ഞാൻ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. മോഹസന ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സാറ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? സാറ് പുതിയൊരു സ്കൂളിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ സ്കൂളിനെ വളരെ നല്ല രീതിയിൽ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയൊരു HM ആണ് റൂഫൻ സാറ്. എനിക്കൊരു വെല്ലുവിളിയാണ് ശരിക്ക്, അല്ലേ? ടീച്ചർ ഇനിയിപ്പോൾ HM ആയി ചാർജ് എടുത്ത് ഈ സ്കൂളിനെ അതിലും നന്നായി കൊണ്ടുപോകണ്ടേ? വേണ്ടതല്ലേ? അതെ. അപ്പോൾ ടീച്ചറിൻ്റെ മുന്നിലൊരു വലിയ വെല്ലുവിളിയാണ് സാറിൻ്റെ ഈ പോക്ക്. സാറിന് എല്ലാ വിധത്തിലുള്ള വിജയാശംസകളും നേരുന്നു. പിന്നെ ടീച്ചർ ഇവിടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ 2001 ടീച്ചർ ഇവിടെ വന്നതാണ്. ഏറ്റവും കൂടുതൽ ടീച്ചർ ഇഷ്ടപ്പെട്ടതും ഈ സ്കൂളിനെയാണ്.
ഇവിടുന്ന് റിട്ടയർ ചെയ്ത് പോകണമെന്ന് പലവട്ടം പല അധ്യാപകരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ജവഷീറ ഓർത്ത് പറഞ്ഞപ്പോഴാണ് ഞാനത് പ്രത്യേകം ഓർത്തത്. ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ അത്രക്ക് ആഗ്രഹമായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ പിന്നെ ടീച്ചർക്ക് ഒരു വർഷമൊക്കെ പോകേണ്ടി വന്നു. എന്നാലും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാനും അതുപോലെ തന്നെ ഇവിടെ തന്നെ എച്ചമായി കിട്ടാനും ഇന്നിപ്പോൾ കാണുന്നവരെല്ലാവരും പറയുകയാണ് എങ്ങനെ ഇത് ആയിന്ന്. കാരണം ആർക്കും കിട്ടൂല, വേറെ സ്കൂളിലേക്കാണ് നമുക്കൊക്കെ കിട്ടുക. എങ്ങനെ റിലീവ് ചെയ്യണം, ഇവിടുന്ന് പോകണമെന്ന് വരെ നമുക്ക് എങ്ങനെ എഴുതണം അതുപോലും നമുക്ക് ചോദിക്കേണ്ടി വരികയാണ്. കാരണം ആർക്കും അവനവൻ്റെ സ്കൂളിൽ തന്നെ എച്ചമായി കിട്ടാറില്ല. അപ്പോൾ ഇവിടെ എച്ചമായി കിട്ടിയത് അതെൻ്റെ ഒരു നിയോഗമാണ് എന്ന് ഞാൻ കരുതാണ്. കാരണം ഈ സ്കൂളിന് വേണ്ടിയാണ് എൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ സ്കൂളിന് വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. പിന്നെ മാത്രമല്ല, എന്നാലും എൻ്റെ കുട്ടികൾ 4ാം ക്ലാസ് കുട്ടികൾ പറഞ്ഞു, ടീച്ചറെ നിങ്ങൾ എച്ചം ആവുകയല്ലേ, ഇനി ഞങ്ങൾക്ക് ആരാ പഠിപ്പിക്കാൻ, നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിക്കലാണ് ഞങ്ങളിഷ്ടം, എച്ചം ആവലല്ല എന്ന് ഇന്നലെ 4ാം ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞതാണ്, എന്തുകൊണ്ടും നല്ലൊരു അധ്യാപികയെ, ഏറ്റവും നല്ല അധ്യാപികയെ ഞാൻ നിങ്ങൾക്ക് തരും. മാത്രമല്ല ഈ സ്കൂളിൻ്റെ മുഴുവൻ കുട്ടികൾക്കും ഒരു ടീച്ചറാവാൻ പോവുകയാണ് ഞാൻ. ഇതുവരെ ഇപ്പം 4ാം ക്ലാസ്സിൻ്റെ ഒരു ടീച്ചറാണെങ്കിൽ ഇനി മുതൽ എല്ലാ ക്ലാസ്സിലെയും ഒരു ടീച്ചറാണ് ആവാനുള്ളൊരു അവസരമാണ് ടീച്ചർക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് ഞാൻ തരും എന്നുള്ളത് തീർച്ചയാണ്. അതിനായി സർവശക്തൻ ആരോഗ്യവും ആയുസ്സൊക്കെ ടീച്ചർക്ക് തരട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, പ്രത്യേകിച്ച് എൻ്റെ കുട്ടികളുടെ ഒരു പ്രാർത്ഥന അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. അത് ഞാൻ നിങ്ങൾക്ക് ചോദിച്ചാണ് നിർത്തണം. അധ്യാപിക കൂടി ട്രാൻസ്ഫർ ആയിട്ട് മറ്റൊരു സ്കൂളിലേക്ക് പോവുകയാണ്. നമ്മുടെ 3 B ക്ലാസ് ടീച്ചർ റീജ ടീച്ചർ. കുട്ടികളൊക്കെ പറഞ്ഞു ടീച്ചർ പോണ്ട, ഇന്ന് ഡാൻസ് ഒക്കെ കണ്ടിട്ട് പോയാൽ മതി എന്ന്. പക്ഷെ ടീച്ചർക്ക് പോയേ പറ്റുള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഹലോ ഹലോ പറയൂ. ഹൗ ആർ യു? എൻ്റെ പേര് ജസ്ന. ഞാൻ കുറച്ച് ദൂരെയുള്ള ഒരു സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് മാറിയതാണ്. അപ്പം ഞാൻ ഈ സ്കൂൾ സെലക്ട് ചെയ്തെടുത്തതാണ് കേട്ടോ, നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ പേര് ജസ്ന എന്നാണ് കേട്ടോ. പിന്നെ വീട് ഇടവണ്ണ. ബാക്കിയൊക്കെ നമുക്കിങ്ങനെ പതുക്കെ പരിചയപ്പെടാം അല്ലേ? ഇഷ്ടായോ? ബാക്കി നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ശരി, താങ്ക് യു ടീച്ചർ. അപ്പോൾ ജസ്ന ടീച്ചർക്കും നമ്മുടെ ഈ ഒരു മമ്പാട് നോർത്ത് ഫാമിലിയിലേക്ക് സ്വാഗതം. ഓക്കെ, Attention, standard teams. Attention, class need assembly disperse. എന്റെ കുട്ടികളല്ലേ? എങ്കിലും വിട്, ഞാൻ വീണ് പോവേ. ഞാൻ വരും എന്നും വരും. മിക്കവാറൊക്കെ വരും കേട്ടോ. അതെന്നാ ഇഷ്ടപ്പെടണ്ട. ഞാൻ വരും. നമ്മൾ കരയാൻ പാടില്ല. ഞാൻ വരും. വരുമെന്ന് പറഞ്ഞില്ലേ? സ്ട്രോങ് ആണ്, നല്ല കുട്ടികളാണ്. പറയാൻ പാടില്ല.
ടാറ്റ. ടാറ്റ പറയണം. ടാറ്റ. ടാറ്റ പറയണം എല്ലാവരും. കുറച്ച് കഴിഞ്ഞാൽ തലവേദന. ആ, അങ്ങനെ കുഴപ്പമില്ല. ഞാൻ വരും. വരില്ലേ? കരയണ്ടടി. വാ. ഇങ്ങനെ കരയുന്നില്ല. അങ്ങനെ കരയണ്ടേ? ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കരയാൻ പാടില്ല. നിങ്ങൾ കരയാ കണ്ടത് ഇങ്ങോട്ട് കരയാതെ കൊണ്ട് കൈകൊന്നും പിടിച്ച് ഇവിടെ പാടി. നല്ല കുട്ടിയല്ലേ? നല്ല കുട്ടി. ഇവിടെ മറ്റോട് ഞാൻ ഇങ്ങനെയൊക്കെ നല്ലോണം പഠിച്ചെങ്കിൽ ഉഷാറായി നല്ല ശ്രമമാണ്. ഇങ്ങോട്ട് നോക്ക്. എല്ലാവരും ടാറ്റ കൊടുക്കിട്ടോ മാഷിക്ക്. ഇങ്ങനെ കരയാൻ പാടില്ല. അമ്മ ആൺകുട്ടികൾ നല്ല ടീച്ചറാണ്. അവർക്ക് കാര്യങ്ങൾ അറിയാം. ഓക്കെ കരയണ്ടേ? പെൺകുട്ടികൾ കരയാൻ പാടില്ല. പെൺകുട്ടികൾ കരയരുത്. പെൺകുട്ടികളുടെ സ്ട്രോങ് ആയിരിക്കണ്ടേ? എന്തിനാ? അയ്യോ ഞാൻ വരരുത്. പഠിച്ചാ ടാറ്റാ. ടാറ്റ എടുത്താണ് എല്ലാവരും.
കുഞ്ഞാട് കളിക്കണേ. ഇവിടെ കളിക്കും, ഇവിടെ ചേച്ചി കളിക്കും. മിക്കോ ഇനി ബൈക്ക് വേണ്ട, 2 വണ്ടി ഉണ്ട്. ഇനി എത്ര വണ്ടി? ആ തല എവിടെയോ കിട്ടണുണ്ട്, ആകെ അങ്ങനെ നമ്മള് റിപ്പോർട്ടിൽ വീണ്ടും നമ്മള് പോയി ആരും മൈൻഡ് ചെയ്യില്ല, അങ്ങനെ വേണം.